നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുണ്യവാന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ദേവാലയത്തിന്റെ ഉള്ളിലാണ്. ഇതിന്റെ പിന്നിലെ ദൈവശാസ്ത്രം എന്താണ്? പരിശുദ്ധന്മാരുടെ കുക്ലിയോനോട് അനുബന്ധിച്ചാണ് ഇതിന്റെ ദൈവശാസ്ത്രം ഇരിക്കുന്നത്. നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ, വളരുമവൻ ലബനോൻ കാരകിൽ പോൽ, വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ, വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും. സങ്കീർത്തനം 92 അധ്യായം 12, 14 തിരുവചനങ്ങളാണ് ഇവിടെ കുക്കിലിയോനായി ആലപിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ചാടിക്കടന്ന 13 തിരുവചനമാണ്. സങ്കീർത്തനം 92, 13. കർത്താവിൻ്റെ ഭവനത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിലും നട്ടിരിക്കുന്നവർ വീണ്ടും തളിർക്കും. അതുകൊണ്ട് തന്നെ ആ കബറിടങ്ങൾ സൂചിപ്പിക്കുന്നത് പുണ്യവാന്മാരുടെ ഭൗതിക ശരീരങ്ങളെ ഒരു നിക്ഷേപമായി കർത്താവിൻ്റെ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ ആലയങ്ങളിലും നട്ടിരിക്കുന്നതായിട്ടാണ്. എന്തിനു വേണ്ടി? വീണ്ടും തളിർക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണിത് വീണ്ടും തളിർക്കുന്നത്? ആ പുണ്യവാന്മാരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിരുന്ന ജീവിത രീതിയെ നമ്മുടെ ജീവിതത്തിലേക്കും പകർന്നാടുമ്പോൾ അവർ വീണ്ടും തളിർക്കുന്നു.